എന്താ മുടി അഴിച്ചിട്ട് തുള്ളാൻ പോകുന്നുണ്ടോ? ഇന്ന് അവരുടെ ചാനലിലേക്ക് ഒരു റീൽസൊക്കെ എടുക്കണം പറഞ്ഞിട്ടേ. ഡാൻസോ? കളിച്ചാൽ പറയാം കളിച്ചത്. എടുക്കണം പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യേ. കുളി കഴിഞ്ഞോ? കുളിക്കാതെ മേക്കപ്പ് ചെയ്യണ ആളാണ് ആര്? ഇന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴുകി കളഞ്ഞിട്ട് കുളിക്കും. നല്ല പണി. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യോ? ഇല്ല. മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടത്. ഇതെടുക്കണത് പറഞ്ഞപ്പോൾ ഷാന പറയും ആകെ ഒരു 2-3 സാധനമുള്ളൂ എന്ന്. കുറേ ആയിട്ട് പിന്നെ അവൾ ഫേസിൽ ഈ ഹിമാലയൻ്റെ ബേബി ക്രീം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ പൗഡർ ഇടും. പിന്നെ ഒരു ലിപ് ബാം കേട്ടോ. ഈ ലിപ് ബാം സംഭവം അടിപൊളിയാട്ടോ. ചെറുതായിട്ടൊരു റെഡ് കളറൊക്കെ വരും. ചെറുതായിട്ടല്ല, നമ്മൾ നന്നായിട്ടിങ്ങനെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ കളർ കൂടി വരും കേട്ടോ. അങ്ങനെ ഒരു ലിപ് ബാമാണ്. എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ബർത്ത്ഡേക്കല്ലേ തന്നെ നിൻ്റെ? അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതെന്താ അത്? മസ്കാരയൊക്കെ നീ അപ്ലൈ ചെയ്യോ? ഇതെവിടുന്നാ? ഓക്കെ. അപ്പൊ അതും പിന്നെ ഈ കൺമശിക്ക് അടപ്പൊന്നുമില്ല ഇല്ലേ ഇതിന്? പഴയ കൺമശി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം അറിയും. ഡേറ്റ് കഴിഞ്ഞ കൺമശിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നീ എപ്പോഴാ കുളിക്കുന്നത്? പിന്നെ ഷാനയാണ് സ്കൂളിൽ നിന്ന് എന്ത് കൊടുന്നത്? ഇവിടെ വാ. ചുമ, പനി, ജലദോഷം. അത് കഴിഞ്ഞിട്ട് ഷാന ആർക്ക് കൊടുത്തു? മിന്നൂസിനാണെങ്കിലോ നല്ല കൊള്ളൽ കൊണ്ടു. പനിയൊക്കെ കൂടി ഡോക്ടറെ അടുത്ത് പോയി. ഇതെല്ലാം അവസാനിച്ച് ഇവരൊക്കെ കെയർ ചെയ്തിട്ട് അവസാനം ഇതെല്ലാം കൊണ്ട് അവരെനിക്ക് തന്നു. എനിക്ക് പനിയൊന്നുമില്ല, ഒരു ജലദോഷം, ചെറുതായിട്ടൊരു തലവേദന, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു 4 ദിവസമായി തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ ഒരു ഇത് തോന്നും. ഇടയ്ക്കൊന്ന് ഡിലേ ആവും. അതുകൊണ്ട് ഇന്നൊരു കുഞ്ഞു വ്ളോഗ് ഇട്ടാം. അല്ലാണ്ട് നമ്മൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സമയം മിന്നു ഉറങ്ങുകയാണ് അല്ലേ? പിന്നെ കുറേ ദിവസമായിട്ടോ മിന്നൂസിൻ്റെ പാമ്പേഴ്സ് കാര്യങ്ങളൊന്നും ഉള്ളിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാറാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഉണക്കാനിടും. എന്നിട്ട് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അവർ വരുമ്പോഴേക്കിനും ഒരു 2-3 ദിവസം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉണങ്ങും. പിന്നെ നമ്മളത് കവറിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഉണക്കാനിടും. പിന്നെ ഇപ്പോൾ രാവിലെ കുളി കഴിഞ്ഞാൽ മാത്രം പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അതിലാണ് അവൾ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ. അതൊരു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും. അതിലെന്തായാലും മൂത്രം ഒഴിക്കും. പിന്നെ നൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആള് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം, അതാണ് കണക്ക്. നമുക്ക് രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഇന്നലത്തെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ചൂടാക്കി. അപ്പം ഇനി രാത്രിത്തേക്ക് മാത്രം ഫുഡ് നോക്കിയാൽ മതി. കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് ചോറ് വെക്കണം, പിന്നെ കുക്കറിലാണല്ലോ വെക്കുക. അതുകൊണ്ട് ആ പരിപാടി വേഗം കഴിയും. അത് കഴിഞ്ഞ് കറി ഫ്രിഡ്ജിലുണ്ട്, അതൊന്ന് ചൂടാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിപ്പോൾ എന്തായാലും ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ജലദോഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഒരു ഫുഡിനോടൊരു താല്പര്യക്കുറവ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ രണ്ടാളും ഏകദേശം ഓക്കെ ആയി. മിന്നുവിന് ചുമ വിടാനുണ്ട്, അതേപോലെ തന്നെ ഷാനാക്കും ചെറുതായിട്ട് ചുമ. ബാക്കിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഡോക്ടറെ കാണിച്ചു. ഷാനാക്ക് പനിയുടെ സമയത്തൊന്നും ഡോക്ടറെ കാണിക്കേണ്ടി വന്നില്ല. ചുമ വിടാത്ത കാരണം മിന്നുവിനെ കാണിക്കുന്ന സമയത്ത് തന്നെ ഷാനാനെ ഡോക്ടറെ കാണിച്ചിട്ട് ചുമയ്ക്കുള്ള മെഡിസിനും കാര്യങ്ങളും വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടാളും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി മരുന്ന് ഫുള്ള് കൊടുത്ത് തീർന്നാൽ എല്ലാം ഓക്കെ ആകും. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ് കേട്ടോ. ഇത് ഫെറോറോ റോഷൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ അത്യാവശ്യം വേണ്ട മെഡിസിൻ. അതിൽ ഒരുപാടൊന്നുമില്ല കേട്ടോ. നമ്മുടെ പനിയുടെ ഡോളോ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മിന്നു ഉറങ്ങി എണീറ്റിട്ടതാ. മിന്നുവിന് ചുമ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഒന്നിങ്ങനെ ചുമച്ചെഴുന്നേക്കും. അപ്പം എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പനിയുടെ മെഡിസിൻ ഉണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ളതിനാണ് ഇപ്പം ഞാൻ തുറന്നത് കേട്ടോ. അപ്പം ഉണ്ട് ഭാഗ്യത്തിന്.
ജലദോഷത്തിൻ്റെ ഗുളിക ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഷാനാക്ക് കൊടുത്തതിൻ്റെ തോന്നുന്നു, ഓരോ എണ്ണത്തിലും പകുതി. അപ്പം എനിക്ക് ഒരെണ്ണം വേണം, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞ് നമുക്കത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. പിന്നെ സാധാ പഞ്ഞി, ഇത് ഷാനാക്ക് പല്ലിൻ്റെ പോടടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പം അത് പിന്നെ അത് വണ്ടിയിൽ നിന്ന് എടുത്ത് വെച്ചാൽ ഒരു മുറി കെട്ടുന്ന ആ ഒരു നെറ്റിനെ പോലത്തെ ഒരു തുണി. പിന്നെന്താണ് നമ്മുടെ അയമോദകസത്തിൻ്റെ ആ വായുഗുളിക പോലത്തെ, ഇതിവിടെ എപ്പോഴും സ്റ്റോക്കാണ് കേട്ടോ. ഇക്കുള്ളപ്പോൾ പ്രത്യേകിച്ച് വേണം, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം അത് ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ ബാൻഡേഡ്, ഇത് 2 എണ്ണം ഡെറ്റോളിൻ്റെയാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും മുറിയൊക്കെ പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിച്ച് വയ്ക്കാമല്ലോ. അപ്പം എന്തായാലും എനിക്കുള്ള ഗുളിക കിട്ടിയിട്ടുണ്ട്. അപ്പം അതെന്തായാലും സ്റ്റോക്ക് ചെയ്യണം, കാരണം നമുക്ക് വരുമ്പോഴേക്കിനും പെട്ടെന്ന് ഷോപ്പിൽ പോയി വാങ്ങലൊന്നും നടക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്താൽ നല്ലതല്ലേ. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് മാറ്റണം. പിന്നെ അവരുടെ മെഡിസിന്, മിന്നുവിൻ്റെയും ഷാനാൻ്റെ മെഡിസിന്, കുപ്പിയിലൊക്കെ വരുന്ന മെഡിസിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങണം എന്നാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഗുളിക മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. അവരുടെ അത്യാവശ്യം വേണ്ട പനി, ചുമ, അങ്ങനത്തെ മരുന്നുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാനൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുറച്ചധികം തന്നെ ഡ്രസ്സ് അലക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നൂസിൻ്റെ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് അടുത്തത് അലക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അലക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഒരു 2-3 എണ്ണം ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ തുലാമാസത്തിലെ മഴ ഉണ്ടായിട്ടില്ല. അപ്പം വൃശ്ചികമൊക്കെ ആയി, നല്ല വെയിലാണ്. ഇന്നലെ ചെറുതായിട്ട് വൈകുന്നേരം ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മിന്നു ഇടയിലൊന്ന് എഴുന്നേറ്റ് വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ തോളിൽ കിടന്നിട്ട് ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും തൊട്ടിയിൽ കൊണ്ടേ കിടത്തി. ആളെങ്ങനെ ഉറങ്ങി, ചുമച്ചിട്ട് എഴുന്നേക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഉറക്കം കഴിഞ്ഞിട്ടല്ല. അപ്പോൾ ആൾ ഷാനാൻ്റെ മേക്കപ്പ് ലുക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഇത് ഷാനാക്ക് ചുരിദാർ ഇടാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതെന്താ അത് 2 കോഴിവാലും പോലെ ഫ്രണ്ടിൽ എന്താ മോഡല്, തല കാണിച്ചേ, ആ ചെറിയ എന്ത് റബ്ബർ ബാൻഡ് അല്ലേ. ഓക്കെ, ഡാൻസ് പഠിച്ചോ? ഓക്കെ, എന്നാൽ പോയിക്കോളൂ. ഓക്കെട്ടുണ്ട്. അപ്പോൾ ഷാനാൻ്റെ ഡാൻസ് കാണാൻ ഷാന മിൻഹ 2.0 അല്ലേ? നിങ്ങൾ ഡാൻസ് കണ്ടു വിചാരിക്കും ആദ്യം കണ്ട പോലെ എന്ത് മേക്കപ്പ് ലുക്കോ? ആ, ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ മാറ്റിട്ട് വേറെ അത് കുറച്ച് പടമുണ്ടായിരുന്നു, വേറെ വീഡിയോ ഒക്കെ. എന്നിട്ട് അതില് അതിന് ഡാൻസ് മാറിയെന്ന് വെച്ചിട്ട് മേക്കപ്പ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇക്ക് മേക്കപ്പ് കൂടിയൊക്കെ എന്താ കൊറേ വളർത്തിട്ടൊക്കെ ഇതായില്ലേ, അതുകൊണ്ട് കഴിക്കളഞ്ഞു ഫുള്ള് മേക്കപ്പ്. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഷാന മാസത്തിലൊരിക്കൽ അല്ല വർഷത്തിൽ നീലക്കുറിഞ്ഞ് പൂക്കും പോലെയാണ് ഡാൻസ് ചെയ്യാറ്. ഇന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇനി അടുത്ത വർഷമാണോന്ന് പറയാൻ പറ്റില്ല അല്ലേ ഷാന? ക്രിസ്മസിൻ്റെ അരിയാണോ എന്താണെന്ന് അറിയില്ല. ഷാനയ്ക്ക് ഒരു കഴിഞ്ഞ വീക്കിലാണ് കേട്ടോ ഈ അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ 2 പാത്രത്തിലാക്കിയിട്ട് വേഗം ആ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കവറൊക്കെ പൊട്ടി ആകെ സീനാക്കിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ അതിൻ്റെ ബാക്കി ഇതിലോട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഉറുമ്പ് വന്നിരുന്നു. എന്നിട്ട് ഇതിൻ്റെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതിൽ കാണുന്നില്ല, പക്ഷെ ഇതിൽ കണ്ടില്ല ഒരു ലൈന്. ഞാൻ ഉറുമ്പിൻ്റെ ചോക്ക് ഫുള്ള് റൗണ്ട് ചെയ്ത് വരച്ചിരിക്കണം അതുകൊണ്ട് ഇതിൽ ഉറുമ്പൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു ബക്കറ്റ് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് ഇട്ട് വെക്കാനാണ് പോകുന്നത് കേട്ടോ.
അപ്പം റേഷൻ്റെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. കാരണം മറ്റേ അരി ഞങ്ങൾ കഴിക്കാറില്ല, ഈ ഒരു അരി മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അപ്പം ഇത് ക്രിസ്മസിൻ്റെ ആണോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഇത്ര നേരത്തെ കിട്ടുമെന്നും അറിയില്ല. അവൾ പറഞ്ഞത് ബാലൻസ് ഉണ്ടായിരുന്ന അരി അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു എന്നാണ്. എന്താണെങ്കിലും ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നുണ്ട്. എന്ത് അപ്പം ഏകദേശം ഈ ഒരു ഭാഗം വരെ നമ്മുടെ അരി ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇത് അടച്ചു വെക്കുകയാണ്. മേ ബി ഇതിലും ചിലപ്പോൾ ഉറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് വെക്കും, നമ്മുടെ ഇതിൻ്റെ ഒരു കാണിച്ചു തരാം. നോക്കിയാൽ ഉറുമ്പാണ് കേട്ടോ. എന്തെങ്കിലും ഒരു മധുരമുള്ള ഐറ്റം എവിടെ നിന്ന് കിട്ടിയാൽ മതി, അപ്പോൾ ഉറുമ്പാണ്. അപ്പം നമുക്ക് മുകളിൽ ഇപ്പം എന്തായാലും മിന്നുവൊക്കെ നടക്കുന്ന കാരണം ഞാൻ അവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ചിലപ്പോൾ തൊട്ടിട്ടൊക്കെ ടച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതിൻ്റെ ഈ ഒരു അടിഭാഗമല്ലേ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉറുമ്പ് ശല്യം ഒഴിവാക്കാൻ പറ്റും. ഉറുമ്പ് അരിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോവാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകണം കേട്ടോ. അപ്പോൾ താഴെയൊക്കെ അതിൻ്റെ ഒരു പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ഒക്കെയാണ്. അപ്പോൾ കയ്യിലായാലും ഒക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ മറക്കരുത് കേട്ടോ. പിന്നെ മഴ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഇതായൊരു വൈകുന്നേരം വരെ നല്ല മഴ തന്നെയാണ് കേട്ടോ. ഒരു 6 മണിയായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം എൻ്റെ ജലദോഷം ആകെ സീനായിട്ടുണ്ട് കൂടി. അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.